ഹലോ ഫ്രണ്ട്സ്, പൂർക്കടവ് പാലത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. അങ്ങകലെ മത്സ്യബന്ധനത്തിലേർപ്പെട്ട്, മത്സ്യബന്ധനം എന്നൊന്നും പറഞ്ഞുകൂടാ, മീൻ പിടിക്കുക. നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ നാടൻ ആൾക്കാരാണല്ലോ. മീൻ പിടിക്കുക. ആ മീൻ പിടിക്കുന്ന വളരെ മനോഹരമായ നല്ലൊരു ദൃശ്യമാണ്. കണ്ടില്ലേ, കയറൊക്കെ കെട്ടി വലയൊക്കെ എറിഞ്ഞിട്ട് ആ മീൻ പിടിക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ മീനിന്റെ വല വെള്ളത്തിലേക്ക് മുട്ടിച്ചു വെച്ചിട്ടില്ല, അല്ലാതെയാണ് ഇതിനെ പിടിക്കുന്നത്. അല്ലാതെ പിടിക്കുന്നതിന്റെ രംഗം എങ്ങനെ വെച്ചാൽ, മീൻ ഈ അണക്കെട്ട്, ഇതൊരു അണക്കെട്ടാണ്, റെഗുലേറ്റർ കം ബ്രിഡ്ജാണിത്. അണക്കെട്ട് എന്ന് പറഞ്ഞുകൂടാ, ഒരു വെള്ളം തടഞ്ഞു നിർത്തിയ ഒരു ബ്രിഡ്ജാണ്. റെഗുലേറ്റ് ചെയ്ത് വിടുന്ന ഒരു ബ്രിഡ്ജാണ്. അതിപ്പോ തുറന്നു വിട്ട സമയമാണ്. ആ തുറന്നു വിട്ട സമയത്ത് മത്സ്യം ചാടും, വെള്ളത്തിനെതിരെ ചാടും. ആ ചാടുന്ന സമയത്ത് വലയിലേക്കാണ് ഇവർ ചാടുന്നത്. അത് വളരെ രസകരമായ നല്ലൊരു കാഴ്ചയാണ് ഈ മീൻപിടുത്തം. ഒരിക്കലും വെള്ളത്തിലേക്ക് വല എറിഞ്ഞിട്ട് പിടിക്കുന്നതല്ല ഇത്. അത് കണ്ടില്ലേ, 3-4 വലകളാണ് അവിടെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. ഇത് എന്നും ഈ ഒരു രംഗം നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോ ഈ ഒരു കാലാവസ്ഥയില്, അതായത് ഇപ്പോ ഇതിന്റെ ഷട്ടർ തുറന്ന സമയമാണ്, അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലാത്ത സമയങ്ങളിൽ മത്സ്യം കുറവായിരിക്കും, കിട്ടില്ല. ഇപ്പോ ഇതാ 3-4 ആൾക്കാർ വളരെ സാഹസികമായ രീതിയിൽ, അത് കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് പേടിയാവുന്നു. കാരണം അവരാ ഇരുത്തം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കാലൊന്ന് തെറ്റിയാൽ പിന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി പോകും. കാരണം എവിടെ പൊങ്ങുമെന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം വളരെ വഴുക്ക് പിടിച്ച സ്ഥലത്താണ് അവർ ഇരിക്കുന്നത്. അങ്ങനെ ആ വഴുക്ക് പിടിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് അത് സാഹസികമായ രീതിയിൽ അവർ പിടിക്കുന്ന മീൻ എത്ര ആകാംക്ഷയോട് കൂടിയിട്ടാണ്, എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, എത്ര ശാന്തമായിട്ട് ക്വയറ്റായിട്ട് ഇരിക്കുകയാണ് അവര്. കിട്ടും. ഇതന്നെയല്ലേ നമ്മളൊക്കെ ജീവിതത്തിലും പ്രതീക്ഷ. ഈ പ്രതീക്ഷയാണല്ലോ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളാക്കി മാറ്റുന്നത്. അതുപോലെ വളരെ വലിയൊരു മീനാണ് ഇപ്പൊ ചാടിയത്. പക്ഷേ അവർക്കത് കിട്ടിയില്ല. വളരെ രസകരമായ രീതിയിൽ തന്നെ നമുക്ക് ഇതിനൊക്കെ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു നയന മനോഹരമായ നല്ലൊരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.